സാർ തെറി വിളിക്കില്ലേ സാർ, തെറി വിളിക്കില്ലേ? ഞാൻ പറയുന്നത് കേക്ക് ആദ്യം സാർ. മര്യാദ പ്ലീസ് സാർ. അതായത് ഇവിടുത്തെ എല്ലാ വൻകിട മാട്രിമോണി ഗ്രൂപ്പുകളും ജാതി മത അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ ഈ ലവ്ലി കപ്പിൾ മാട്രിമോണി തികച്ചും മതേതരമായൊരു മാട്രിമോണിയാണ് സാർ. ഞങ്ങൾക്ക് മനുഷ്യരാവണമെന്നുള്ള ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ സാർ. ഞാൻ സാറിൻ്റെ മകളുമായി സംസാരിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ആ കുട്ടിക്കൊരു പെൺകുട്ടിയുമായി ജീവിക്കണം എന്നാണ് സാർ. യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. അതുകൊണ്ടാണ് സാറിൻ്റെ മൊബൈലിലേക്ക് ഞാൻ കുറച്ച് ഫോട്ടോസ് അയച്ചത് പെൺകുട്ടികളുടെ. സാർ ആദ്യം മകളുമായി സംസാരിച്ചിട്ട് ഒരു ധാരണയിലെത്ത്, എന്നിട്ട് എന്നെ വിളിക്കും ട്ടാ. കല്യാണത്തിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം നടക്കണേന്നറിയോ? മൊത്തം അലമ്പാടാ. എന്നിട്ട് നീ കിട്ടിയില്ലേ? ആ അനുഭവം കൊണ്ടാണ് ഞാൻ പറയണത്. നീ കെട്ടണേ കെട്ടിക്കോ, എനിക്കൊരു ക്ലയന്റിനെ കിട്ടും. പക്ഷെ നീ കെട്ടിയാ നീ പെടും ഷിജു. ഷിജുവേട്ടാ, അമ്മേ സുഭാഷ് ചേട്ടനൊക്കെ പറയുന്നതിൽ കാര്യമില്ലേ? ഷിജുവേട്ടന് ഞങ്ങൾ നല്ലൊരു പെൺകുട്ടിനെ കണ്ടെത്തി തരും. ഞങ്ങളെ പോലത്തെ നല്ല ലൗലി കപ്പിൾ അല്ലേ സജിയേട്ടാ? ചായ വെച്ചില്ലേ? പോയിക്കൂടെ? എന്നാടാ പൂള ചായ കുടി. തേങ്ങാക്കൊലയാണ്. ഇവിടെ ജോലിക്ക് വന്ന് ഇവളെ പ്രേമിച്ച് കെട്ടി. ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ബാക്കി ഭർത്താക്കന്മാർക്കൊക്കെ ജോലിക്ക് പോകുമ്പോഴെങ്കിലും സ്വസ്ഥത കിട്ടൂലേ? എനിക്ക് ജോലിക്ക് വന്നാലും സ്വസ്ഥത കിട്ടൂല. എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ അവളോട് പറഞ്ഞു, എടി എന്തിനാ ഇങ്ങനെ ജോലി എടുത്ത് കഷ്ടപ്പെടുന്നത്, എനിക്ക് വീട്ടിലെങ്ങനെ എത്താൻ പോരെന്ന് ചോദിച്ചു. അപ്പൊ അവള് പറയണ്, എന്തിനാ നല്ലൊരു ജോലി കളയണേന്ന്. എടാ എൻ്റെ കയ്യിൽ നിന്ന് സാലറി വാങ്ങിയിട്ട് അവൾ അവളുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കണ. പറയൂല. ഇതൊക്കെ ഒരു ട്രിക്കാ. രക്തരക്ഷസുകളാടാ, നമ്മുടെയൊക്കെ ചോര ഊറ്റി കുടിക്കാൻ പോകുന്ന രക്തരക്ഷസുകൾ. സജിയേട്ടാ ആ ഞാൻ പോവാണേ. സുഭാഷ് ചേട്ടന്റെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പോട്ടെ, നേരത്തെ വരില്ല സജിയേട്ടാ. ബൈ ഷിജേട്ടാ. കൊന്നേനെ പിശാചി.